ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് എന്താണെന്നറിയോ? എന്താ വീഡിയോ എന്നറിയോ? വിളവെടുപ്പ് കാണുന്ന എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ രസമാണല്ലോ, ഇങ്ങനെ വിളവെടുക്കുന്നത് കാണാൻ. അതൊരു പ്രചോദനം കൂടിയാണ്. അപ്പോൾ കൃഷി ചെയ്യാൻ താല്പര്യമില്ലാത്തവരും ഒക്കെ ഇത് കണ്ട നമ്മൾ അറിയാണ്ട് കൃഷിയിലോട്ട് ഇറങ്ങിപ്പോവും. അപ്പം ഞാൻ ഇന്ന് എൻ്റെ കുറേ പച്ചക്കറികളുണ്ട്, അതൊക്കെ ഒന്ന് വിളവെടുക്കുക കേട്ടോ. അതെൻ്റെ പ്രിയപ്പെട്ടവരെ കാണിച്ചുകൊണ്ട് എന്നാ വരി നമുക്ക് വിളവെടുക്കാനും. ഇതാ ഞാൻ മുറ്റത്തേക്കാണ് പച്ചക്കറി നട്ടത്. കാരണം മുറ്റത്താണ് വെയിലുള്ളത്. അപ്പോൾ ഇത്രയും നിങ്ങളുള്ള മുറ്റം ആവശ്യമില്ലല്ലോ, സൈഡിലൊക്കെ നമുക്ക് പച്ചക്കറി നടാം. ഇതാ കണ്ടോ, നട്ടിട്ടുണ്ടായത് അടിപൊളിയായിട്ട്. ഫസ്റ്റിൽ ഞാൻ വിളവെടുക്കുന്നത് എൻ്റെ സുന്ദരി ചീര. എന്തൊരു ഭംഗിയാ നോക്കിന്. എനിക്ക് വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ, ഞാൻ നന്നായിട്ട് കൃഷി ചെയ്തുണ്ടാക്കും. വിളവെടുക്കുന്നത് സങ്കടമാണ്, എന്താ പറയുക, എനിക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. അങ്ങനെ ഫസ്റ്റിൽ തന്നെ എൻ്റെ ചീര വിളവെടുക്കാൻ പോകുക കേട്ടോ. ഇതൊരു വെർട്ടിക്കൽ അടിയിലൊക്കെ ഉണ്ടായത് കണ്ടോ, വെർട്ടിക്കൽ അടിയിൽ നിന്ന് ഇതാ ഇവിടെയാണ് നട്ടത് ഉണ്ടായത് കണ്ടോ. അങ്ങനെ തന്നെ ഇതൊക്കെ വെർട്ടിക്കല, നടുവിൽ ഇത്രേ ഉള്ളൂ അടി. വിളവെടുക്കട്ടെ. കാണാനാകുന്നില്ല കേട്ടോ അതിന് വിളവെടുക്കുന്നത്, എനിക്ക് സങ്കടമായിട്ട്. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇങ്ങനെ വിളവെടുത്ത് കഴിഞ്ഞാൽ ഇത് കാണാൻ ഭംഗി പോയിട്ടോ. ഇതിൻ്റെ ഇതുവരെ കാണുന്ന ആ തിളക്കല്ലേ, അതങ്ങ് പോകുന്നൊക്കെ ഉണ്ട്. അങ്ങനെ എന്താ ഒരു വെർട്ടിക്കലിന് എനിക്ക് അതൊക്കെ വിളവെടുക്കാനായിട്ടോ എവിടെ ഉണ്ടാ. ഒന്നായിട്ട് ഞാൻ വിളവെടുക്കുന്നില്ല കേട്ടോ. എന്തിനാ ഇങ്ങനെ വാട്ടുന്നത്? നമ്മളെ കയ്യിലുണ്ടല്ലോ, നമ്മളെ മുമ്പിലുള്ളതാണല്ലോ, ഒന്നായിട്ട് എടുക്കുന്നില്ല. പിന്നെ വേറെ ഒന്നുണ്ട് കേട്ടോ, ഈ ചീരല്ലേ നമുക്ക് സങ്കടമായിട്ട് വിളവെടുക്കാതെ നിന്നിട്ട് കാര്യമല്ല, പൂവിട്ട് കളിയും. പൂവിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഇലകളുടെ ഇതൊക്കെ അങ്ങോട്ട് ചെറുതായി പോവും. അങ്ങനെയുണ്ട്. ഇത് ചീര കുപ്പിയിൽ നട്ട ചീരയായിരുന്നു. ഞാൻ വിചാരിക്കുന്ന അവിടെ നിൽക്കട്ടെ, നമുക്കിത് കിട്ടിയിട്ടുണ്ടല്ലോ, ഞങ്ങളെ കാണിച്ചു തരിക. സ്ഥലമില്ലാത്തവർക്കും അത് ഉണ്ടാക്കാന്നുള്ളതിനുള്ള ഒരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കണ്ടോ ഉണ്ടായത് കുപ്പിയിൽ പോട്ടി മിക്സ് മറിച്ചുണ്ടാക്കിയതാണ്. നല്ല അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇല്ലേ. ചീരപ്രേമികളാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കും. ഇനി അടുത്ത വിളവെടുക്കാം. ഇനി അടുത്തത് എൻ്റെ കാബേജാണ്. കാബേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ കടയിൽ നിന്ന് വാങ്ങിയ കാബേജിൻ്റെ ടേസ്റ്റ് അല്ല കേട്ടോ, അത് സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ ആർക്ക് കാബേജ് കൊടുത്താൽ അവർ ചോദിക്കും ഇത് നിങ്ങളെങ്ങനെ ഉണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റാണല്ലോ എന്നുള്ളത്. ഇത് കാബേജ് മൂപ്പെത്തി കഴിഞ്ഞാൽ വിളവെടുക്കണം. വിളവെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുറ്റി അവിടെ വെക്കണം കേട്ടോ. ഇതെല്ലാം കാബേജ് ഇതാക്കണ്ടോ, ഉഷാറായിട്ടുണ്ട്. അതിന് അതങ്ങ് വിളവെടുക്കട്ടെ. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. കണ്ടോ അടിപൊളി കാബേജ്. ഇത് നമുക്ക് ഞാൻ രാവിലെ നനച്ചതാ. ഒരു 4 തോരൻ ഇതുണ്ട്, കണ്ടില്ലേ, അടിപൊളി. 2-3 അങ്ങ് വിളവെടുക്കട്ടെ. എന്താ 2 ബാക്കിയുള്ള നിൽക്കട്ടെ. എന്തിനാ നമ്മൾ വാട്ടി കേട് വരുത്തുന്നത്? നമുക്ക് ആവശ്യമുള്ളത് വിളവെടുത്താൽ മതിയല്ലോ. അങ്ങനെ 2 നമ്മളെ മുറ്റത്ത് നിന്ന്. ഇനി അടുത്തത് എന്താണെന്ന് അറിയാം, കുറ്റിക്കുരുമുളക്. നമുക്ക് തോട്ടത്തിലൊന്നും പോവേണ്ട, നമ്മളെ മുറ്റത്ത് നമ്മുടെ പോട്ടിൽ അങ്ങ് നട്ടതാ. കണ്ടോ കുറ്റിക്കുരുമുളക് ഇങ്ങനെ ഉണ്ടായിട്ട് ഞാൻ ആവശ്യത്തിന് ഇങ്ങനെ വിളവെടുക്കലായിരുന്നു കേട്ടോ. നമുക്ക് അത്ര അധികമൊന്നും വേണ്ടല്ലോ കറിയിലൊക്കെ ഇടാൻ. അങ്ങനെ കുറേ പറിച്ചെടുത്തു. ഇപ്പം അത് പഴുത്താൽ പിന്നെ അവിടെ വെക്കണ്ടല്ലോ. എന്താ അടിപൊളിയില്ലേ, എന്താ രസം ഇങ്ങനെ വിളവെടുക്കാൻ. നമ്മളെ മുറ്റത്ത് ഇങ്ങനെയൊക്കെ കൃഷി എടുത്താൽ നമുക്ക് ആവശ്യത്തിനുള്ളത് പുറത്തൊന്നും പോവേണ്ട, പഴുത്ത് മാത്രം വിളവെടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ച്. അതിലൊക്കെ ഉണ്ട്, അത്ര മതി. ഉണക്കണ്ട് ബാക്കിയുള്ള പഴുക്കുമ്പോൾ പറിച്ചാൽ മതി. കണ്ടില്ലേ, ഇതൊക്കെ നഴ്സറി പോയിട്ട് ഒരു തൈ വാങ്ങി അങ്ങ് വെച്ചാൽ മതി. ഇതൊന്നും പറിക്കേണ്ട, അതൊക്കെ ഇപ്പം 2ാമത് തളിര് വരുന്നുണ്ട്. കണ്ടില്ലേ വിളവെടുത്ത്. ഇവിടെ ഒന്നുണ്ട്. ഇവിടെ 2 പഴുത്തിട്ടോ. എന്താ ഇവിടെ 2 പഴുത്താൽ പിന്നെ അവിടെ വെച്ചിട്ട് കാര്യമല്ല. ഇനിയില്ല, പഴുത്തില്ല. പച്ച അടന്നോട്ടെ, നമുക്ക് അങ്ങനെ പറിച്ച് നാശാക്കണ്ട. കണ്ടോ ഇത്രയും കുറ്റിക്കുരുമുളക് കിട്ടിയിട്ടോ. ഇനി ഞാൻ ഇത് നിങ്ങൾ ചുവന്ന മുളകാന്ന് വിചാരിക്കൂ. അല്ല കേട്ടോ, ഇത്
നമ്മളെ മറ്റേ റോക്കറ്റുള്ള മുളകാണ് ഇത്. ആ മുളക് പഴുത്തുപോയി, പറിക്കാൻ വൈകിയിട്ട്. ഇപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും വിളവെടുക്കുന്ന സമയത്ത് ഒന്നായിട്ട് പൊടിപ്പിക്കുമ്പോൾ ഇതങ്ങോട്ട് അതിലിടാം, അല്ലാതെ ഇപ്പം അത് രക്ഷയല്ല, ഒക്കെ പഴുത്തുപോയി. അതിൻ്റെ ഇടയിൽ പച്ച ഉണ്ട്, പച്ച ഇങ്ങനെ ആവശ്യത്തിന് ഞാൻ വിളവെടുക്കൂ, അല്ലാതെ ഒന്നായിട്ട് ഞാൻ വിളവെടുക്കലില്ല. അതാ പറ്റിയത്. ഇനി വിത്തുവാക്കാം. എത്രയാളുണ്ടെന്നറിയോ, ഇതൊക്കെ പഴുത്തുപോയി. അടിയിലൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഞാനിങ്ങനെ വിളവെടുപ്പ് ഇങ്ങനെ ലൈവായിട്ട് കാണിക്കുന്നത് എന്താണെന്നറിയാം, എൻ്റെ പ്രിയപ്പെട്ടവർക്കൊരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ മടിയന്മാരൊക്കെ എന്താവുമെന്നറിയോ, ഓലൊക്കെ അങ്ങോട്ട് ഇറങ്ങിയുള്ളൂ. അങ്ങനെ എത്രയോ ആൾ ഇറങ്ങിയതുണ്ട് എൻ്റെ കൃഷി കണ്ടിട്ട്. നോക്ക്, അതിൻ്റെ വേറെ ഒന്നുണ്ട് കേട്ടോ, ഈ പച്ചമുളകിനൊക്കെ വേഗം വിളവെടുത്ത് കൊടുക്കണം, ഒഴിച്ചു കൊടുക്കണം മരം ചെടി, എന്നാലേ ഇത് ഉണ്ടാവുള്ളൂ. ആ കാര്യത്തിൽ ഞാൻ കുറച്ച് വീക്കാ, വേഗം അങ്ങ് വിളവെടുക്കൂല. ഇനി അപ്പുറത്തെ പറമ്പിൽ എൻ്റെ കാബേജ് ഉണ്ട്, വലുതായിട്ട് കറുപ്പ് വരുന്നുണ്ട് എന്നൊക്കെ വിളിച്ച് അറിയുന്നുണ്ട്. ഒന്ന് പോയി വിളവെടുക്കണം. ഇത് അവിടെ ഒക്കെ ഉണ്ട്, ഇവിടെ എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ. ചുവന്ന അല്ല, പഴുത്ത് പോയത്, പഴുത്തിട്ട് ഉണങ്ങിപ്പോയതും ഉണ്ട്. നോക്ക്, എന്താ കാണാൻ ഭംഗി. നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉണ്ടാവലുണ്ടോ? ഇല അങ്ങനെ പഴുപ്പിക്കലുണ്ടോ നിങ്ങൾ? അല്ല എന്നെപ്പോലെ പറിക്കാൻ മടിയുള്ളവർക്കൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കൂ. ഞാൻ മക്കളെ പോലെ പോറ്റി അവരെ. അന്നേരം പറിക്കുന്ന എനിക്ക് എന്തോ ഒരു സങ്കടം. ഒന്നും സങ്കടം വിചാരിച്ചിട്ട് കാര്യമല്ല. ഒക്കെ പറിച്ചൊഴിച്ചാലേ ചെടിക്ക് ആരോഗ്യം കിട്ടുള്ളൂ. പിന്നെ പുതിയ തളിര് വരുള്ളൂ. തളിര് വന്നാലേ പൂവ് വരുള്ളൂ. പൂവിട്ടാലേ മുളക് ഉണ്ടാവുള്ളൂ. എന്താ ഇതാ ഒരു പറിക്ക് കിട്ടിയ മുളക് താമസിച്ച് പോയോണ്ട് കാണാൻ എന്തൊരു ഭംഗിയാലേ. ഇത് നല്ല ടേസ്റ്റുവാ. ഇതങ്ങോട്ട് നിറച്ച് പൂവിടുന്നുണ്ട്. പിന്നെ പച്ചമുളക് ഉണ്ടായിട്ടുണ്ട്, ഞാനിപ്പോൾ പറിക്കുന്നില്ല. അതാ കണ്ടോ, ഇതൊക്കെ പച്ചമുളക് ഉണ്ടായതാ, ഞാൻ പറിക്കുന്നില്ല. അവിടെ ഒക്കെ ഉണ്ടായിട്ടുണ്ട്, നിറച്ച് തളിരും ഉണ്ടായിട്ടുണ്ട്. ഇനി അടുത്തത് പച്ച ചീര. പച്ചച്ചീര എങ്ങനെയത് ഉണ്ടാക്കിയെന്ന് നോക്കി. ഒരു ചാക്കത്, ആ ചാക്കിൽ ഞാൻ വെർട്ടിക്കലായിട്ട് അടിയിൽ എല്ലായിടത്തും ചുറ്റും അങ്ങ് നട്ടതൊക്കെ ഞാൻ എൻ്റെ വീഡിയോ കാണിച്ചതാണ് എൻ്റെ പ്രിയപ്പെട്ടവർ. അവർ നട്ടോട്ടെ, സ്ഥലമില്ലാത്തവർക്കൊക്കെ അങ്ങനെ നട്ടുണ്ടായതാണ്. ഇത് പുറത്തും പൊടിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെയൊക്കെ കാബേജും ക്യാരറ്റും ഒക്കെ നട്ടേനി. എൻ്റെ അടുത്ത് ചിലതോ ക്യാരറ്റൊക്കെ പോയി. അപ്പോൾ ഞാൻ ചീര അങ്ങ് വെച്ചു കൊടുത്തായിരുന്നു. വേഗം ഉണ്ടാകുന്നത് എന്താ, അതങ്ങ് വെച്ചു കൊടുത്തതാണ്. അപ്പോൾ അത് വേഗം ഉണ്ടായി. ഇതവിടെയും കണ്ടോ, ഇതൊക്കെ എൻ്റെ കാബേജ് നട്ടതാ. എന്താ നടുക്ക് കാബേജ് നടാത്തതിന് കാരണം എന്താ പറയുക, ഇത് ഇനി വട്ടം കൂടാനുണ്ട്. അപ്പം ഞാൻ ഒരു ചീര അങ്ങ് ഇട്ട് കൊടുത്ത്, ചീര കഴിയുമ്പോഴത്തേക്ക് ഇത് ഉഷാറായി വരുമല്ലോ. ഞാൻ ഇതൊന്നും നട്ടതല്ല കേട്ടോ, ഇത് പടുവൾക്ക് അറിയല്ലോ. അങ്ങനെ ഞാൻ ചീരയൊക്കെ അല്ല, ഈ പച്ചമുളകൊക്കെ നട്ടത് കരിയില കമ്പോസ്റ്റ് ഇട്ടിയല്ലോ. അപ്പം ഞാൻ എപ്പം പറയുന്നുണ്ടല്ലോ, കരിയില കമ്പോസ്റ്റിൽ വിത്തുണ്ടായിട്ട് ആ വിത്ത് മുളച്ചതായത്. അങ്ങനെയാണ് നട്ടതും ഉണ്ട് ഒരു ഭാഗത്ത്, വിത്ത് മുളച്ചതുണ്ട് ഒരു ഭാഗത്ത്. പിന്നെ ഞാൻ അവിടെ നിൽക്കട്ടെ വിചാരിച്ച്. പച്ചമുളകിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇതെന്താ സംഭവം എന്നറിയോ, ഇത് നമ്മളെ ഒട്ടിപ്പോയി തോന്നുന്നു. ഇത് ഞാൻ പുല്ല് ഞാൻ ബക്കറ്റിൽ അങ്ങ് ഇട്ടതേനു. എന്താ അറിയില്ല, പിന്നെ കണ്ടിട്ട് ഒരു ചീരയൊക്കെ മുളച്ച് വരുന്ന അതിൽ. ഇതിൽ മണ്ണേ ഇല്ല, മണ്ണില്ലാണ്ട് ഇത് ഉണ്ടാവും കേട്ടോ. അപ്പം ഞാനിങ്ങനെ മുളച്ച് കണ്ടപ്പോൾ അത് അവിടെ നിർത്തി, ഞാൻ അടക്കട്ടെ വിചാരിച്ച്. ചീര തന്നെ കുറേ ഉണ്ട്. ചീര നല്ല ടേസ്റ്റല്ലേ. നോമ്പ് കയ്യാറായി, പൊലച്ചക്ക് ഇത് അടിപൊളിയാണ്. പിന്നെ എന്താ പറഞ്ഞാൽ ഇതൊന്നും ഞാൻ നട്ടതല്ല കേട്ടോ. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ കരിയിലയിലൊക്കെ വരുന്നത്, അത് കരിയില കമ്പോസ്റ്റിലൊക്കെ. പിന്നീട് ഞാൻ നനച്ചു കൊടുക്കും കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ പുറകെ കൂടും. അത് പിന്നെ അല്ലെങ്കിൽ ഉണ്ടാവില്ല. നട്ടിയില്ല, പക്ഷേ അങ്ങനെ നനച്ചു കൊടുത്താൽ മതി. വെയിൽ വേണം ഇതിനൊക്കെ. ഇതെൻ്റെ റോഡിൻ്റെ പുറത്താണ്. എല്ലാവരും ചോദിക്കുക എന്നോട്, റോഡിൻ്റെ പുറത്ത് നട്ടിട്ട് ക്യാബേജൊക്കെ പറിച്ച് പോവുരേ. ആരും ഇന്നേ വരെ എൻ്റെ ഇത് പറിച്ചില്ല. എല്ലാവരും ആസ്വദിക്കുകയുള്ളൂ. ഒരു കാണുമ്പേ ഒരു രസമാണല്ലോ, ഇതൊക്കെ കാണുന്ന രസമാണല്ലോ എല്ലാവർക്കും, അത്രേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യമുണ്ട്,
ഇങ്ങനൊക്കെ റോട്ടുമുള്ളവർ കാണുമ്പോൾ എന്താ അറിയോ, ഓൾക്ക് നടാനുള്ള ഒരു ആവേശം ഉണ്ടാവും. അങ്ങനെ നല്ലൊരു കാര്യമുണ്ട് ഇതിന്. അപ്പം എല്ലാവരും നോക്കൂ, എൻ്റെ പൂക്കൾ നോക്കും, പച്ചക്കറി നോക്കൂ, അങ്ങനെ അതുപോലെ നടും ചെയ്യും. ഇന്നലെ രാത്രി ഫർസാന വിളിച്ചിരുന്നു എന്നെ, നാദാപുരത്ത് എന്നെ ഇവിടെ നിന്ന് പോയവള. അപ്പോൾ ഫർസാന ഞാൻ കൊടുത്ത തൈകളൊക്കെ ഉഷാറിലുണ്ടായി. തോട്ടം നിറച്ച് ചാക്കാരിയിൽ സിമൻറ്റ് ചാക്കും ചെടികളുമാണ് പോലും. ഞങ്ങൾക്കൊന്ന് പോണം കാണാൻ ഫർസാന. അങ്ങനെ കൃഷിഭ്രാന്തുള്ള പോലെ അങ്ങനെയാണ്, തോട്ടം നിറച്ചുണ്ടാക്കും. മതി, കുറേ ആയി. അടുത്തത് പിന്നെ ഉരുളക്കിഴങ്ങ് വിളവെടുക്കുക. ഉരുളക്കിഴങ്ങ് ഞാൻ ഇതിൻ്റെ മുമ്പൊക്കെ വിളവെടുത്തിരുന്നു, ഞാൻ ആവശ്യം വരുമ്പോൾ മാത്രമേ വിളവെടുക്കാറുള്ളൂ. ഇതാ ഉരുളക്കിഴങ്ങ് വലുതായി ഉണങ്ങി ഇനി ധൈര്യമായിട്ട് വിളവെടുക്കുക. അതിൻ്റെ ഇടയിൽ പുല്ലും അതൊക്കെ ഉണ്ട്. നോക്കട്ടെ, ഉരുളക്കിഴങ്ങ് വിളവെടുക്കും. കാണുന്നുണ്ട്, ഇതാ നോക്ക്. അയ്യോ ഇതാ ഇതാ യോ ഉണ്ട് കേട്ടോ, ഉണ്ട്. ഞാൻ വിളവെടുക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതെങ്ങനെയാന്നുള്ളത് അറിയില്ല. രണ്ടെണ്ണം തൂങ്ങീന്. ഇതാ കുഞ്ഞൊക്കെ ഉണ്ടാവും, നമ്മൾക്കൊന്ന് നോക്കാം. ഇതാ ചെയ്തിന് പ്രത്യേക കളറാട്ടോ നമ്മൾ വിളവെടുക്കുന്ന. ഇതാ ഇത് പച്ച നിറായോ. അതൊക്കെ കുഞ്ഞികളാ. ഇതാ ദൂരം നിറാന്നോ ഉരുളക്കിഴങ്ങ് വിളവെടുത്ത. ഇതാ ഇതും പച്ച നിറായി പോയിട്ടോ, പച്ചായി. യോ ദാ മക്കള്, എന്താ പച്ച. ഞാനത് മാന്തി വെക്കും, എൻ്റെ കുഴപ്പം കൊണ്ട് തന്നെ പച്ച ആകുന്നത്. അതാ ഇതിൻ്റെയൊക്കെ ഒരു കളറ് നോക്ക്, കളറ്. ഇത് എൻ്റെ കയ്യ് ഇതിട്ടിയില്ല, നോക്കട്ടെ. ഇതൊന്ന് മറിച്ചാൽ കിട്ടൂ. അതിന് അതാ ഇവിടെ ഇതാ ഇതിന് നേരിയ പച്ച ഉണ്ട്, നോക്കട്ടെ. ഇല്ല, ഇനി ഇല്ലാൻ തോന്നണില്ലേ? ഉണ്ട്. ഇല്ല അതല്ല. അടി അത് കേടുന്നോയില്ലേ? ഇത് കേടുന്നതാണോ അറിയില്ല, അടിയിൽ നിന്ന് കിട്ടിയതാ. പക്ഷെ അതിനൊരു കളറില്ല. ഇതാ അല്ല, ഇത് കല്ല. ഇതും കല്ല. ധൈര്യമല്ല കൈ അടിയിലേക്ക് പോക്കാൻ. ഇത്രയും കിട്ടിയിട്ട് മതി, ഇത്ര മതി, ധാരാളം. ഇത് കുറച്ച് വെയിലുള്ളോടത്തായിരുന്നു, ഞാൻ പുറത്ത് നിങ്ങോട്ട് എടുത്തതാ. വെയിലത്ത് നിങ്ങൾ എടുത്താ, നോമ്പ് നോറ്റിട്ടേ വെയിലുള്ളാൻ കഴിയൂല. അങ്ങനെ നോക്ക്, ഒരു ഉരുളക്കിഴങ്ങ് വിളവെടുത്തപ്പോൾ ഇത്രയും കിട്ടിയതാ. അടിപൊളിയല്ലേ? ഈ സിമൻറ്റ് ചാക്കില്ലേ, ഈ സിമൻറ്റ് ചാക്ക് ഒന്നും ആയിട്ടില്ല. ഇതിലെ പൊട്ടി മിക്സ് കണ്ടോ, നല്ല പൊടിഞ്ഞത് കരിയില കമ്പോസ്റ്റ് ആണല്ലോ, കരിയിൽ നിറച്ചതാണല്ലോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നടുന്നൊക്കെ ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. അപ്പം ഞാൻ ഈ മണ്ണ് ഞാൻ വേറെ എടുക്കും, ഇത് കളയൂല കേട്ടോ. ഇതും ഞാൻ എടുക്കും. ഇത് ഞാൻ വിചാരിച്ച കാബേജ് നടാന്നാ, കാബേജിൻ്റെ തൈൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതും കഴിഞ്ഞു. ഇനി അടുത്തത് ഞാൻ ഇതിൽ ചീര നട്ടപ്പോൾ മേലെ ചോപ്പും സൈഡിലൊക്കെ പച്ചയും നട്ടു. അപ്പോൾ അതിൽ കമൻറ്റ് കണ്ട് ഈ അടിയിൽ ഹോൾസിന് വലിപ്പം പോരാ, ചീര ഉണ്ടാവുമോ? കണ്ടോ ചീര ഉണ്ടായത്, കണ്ടോ ചീര ഉണ്ടായി. ഞാൻ വിളവെടുക്കാൻ തുടങ്ങിയിട്ടോ. അന്ന് കുഴപ്പമില്ല കേട്ടോ, ഉണ്ടാവും, എനിക്കറിയാം ഉണ്ടാവും. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അതിന് മറുപടി തരാണ്ടെന്ന് ഉണ്ടാവും എന്നുള്ളത്. ഇത് ചുവപ്പും കേട്ടോ ആളാവും, ചുറ്റും പച്ചയും കേട്ടോ. അതാ ഇവിടെയൊക്കെ അതാ ഉഷാറായി വരുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്കൊരു സങ്കടം കാണിച്ചു തരണോ? ഇതെൻ്റെ ചുവന്ന ചീര ഞാൻ ഇങ്ങനെ നട്ടു കൊടുത്ത ഉഷാറിലുണ്ടായത്, അതൊക്കെ ഉഷാറിലുണ്ടായി, ഇതുപോലെ ഉഷാറിലുണ്ടായി. ഇവിടെ ഒന്ന് എന്ന് ഞാൻ നനക്കാൻ വേണ്ടി വന്ന് നോക്കുമ്പോൾ നോക്കിതാ പൊട്ടിച്ചങ്ങിട്ടാൽ. ഞാനിത് പൊട്ടിച്ചെന്നറിയില്ല. അങ്ങനെ സാരല്ല, ഞാനങ്ങ് സഹിച്ചു. 2-ാം ദിവസം ഞാൻ വേറെ നട്ടു, ഇവിടെ തന്നെ കുയ്യി തന്നെ. ഇന്ന് നോക്കുമ്പോൾ അതും പൊട്ടിച്ച് കളഞ്ഞു. എന്തത് പറ്റിയത് അറിയില്ല കേട്ടോ. 2 ദിവസം മത്സരിച്ചങ്ങ് പൊട്ടിച്ച് കളഞ്ഞാൽ. ഞാൻ നിൽക്കട്ടെ, എന്ത് ചെയ്യാനപ്പോൾ, സഹിക്കന്നെ. അടുത്തത് പൊന്നാങ്കണ്ണി ഞാൻ നട്ടത് എങ്ങനെയാണെന്നറിയോ? ഈ സ്ഥലമില്ലാത്തവർക്കൊക്കെ നടാൻ പറ്റിയ ഒരു കുളത്ത് മതി. ആ കുളത്തിൽ തൂക്കി ഇതെൻ്റെ പാത്തി ഒഴിവാക്കിയ പാത്തി കട്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ അങ്ങ് നട്ടുകൊടുത്തു. ഇങ്ങനെ നട്ടുകൊടുത്തുള്ള ഗുണം എന്താണെന്നറിയോ? ഇത് മണ്ണങ്ങ് തെറിക്കൂല. അതിൻ്റെ ഒക്കെ പുറമെ എന്താണെന്നറിയോ? പിന്നെ ഈ ജീവികളെ കോടിയിട്ട് മൂത്രമൊഴിച്ചൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ.
അപ്പം ഇത് റാഹത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഇലയല്ലേ തിന്നുന്നത്, ഇപ്പം റാഹത്തായിട്ട് തിന്നാം. ഒന്നും ഇതിൽ കയറിയിട്ടുണ്ടാവൂല. ദിവസം നനച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പം സ്ഥലമില്ല എന്ന് പറഞ്ഞുള്ളവർക്കൊക്കെ ഇതുപോലെ അങ്ങ് ചെയ്തു നോക്കി, സൂപ്പറായിട്ടുണ്ടാവും. ഇത് പൊന്നാങ്കണ്ണീൻ്റെ പ്രത്യേകത പറയണ്ടല്ലോ, കണ്ണിന് പൊന്ന. ദിവസേന ഇത് കഴിച്ചാൽ പകൽ പോലും നക്ഷത്രത്തെ കാണുന്ന അത്രക്കും പവറാ കണ്ണിനെന്നാണ് പറയുന്നത്. ഇതങ്ങനെ അങ്ങ് ഇത്ര മതിയല്ലേ, നമുക്കെല്ലാം കൂടി വിളവെടുക്കണ്ട, ഒക്കെ വാടിപ്പോവും. ഇതത്ര മതി. ഇത് നമുക്ക് കണ്ടോ കുപ്പിയിലൊക്കെ നട്ട് എന്താ എൻ്റെ മുന്നിൽ ഒരു കുപ്പി ഉണ്ടാകാൻ പറ്റില്ല. അപ്പോൾ അതിലേക്ക് ഞാൻ അതിനൊരു മാർഗം കണ്ടത്, ഹോൾസ് ഉണ്ടാക്കിയിട്ട് കുപ്പിയിലുണ്ടോ നട്ടത്. ഇതാ അവിടെ ഇതാവുന്നു. ഇതൊക്കെ വിളവെടുത്താലേ ഇത് ചുറ്റും ഉണ്ടാവുള്ളൂ. ഇത് മതി, ഇത്രയായല്ലോ. ഇതെന്താണെന്നറിയോ, ഇതാണ് ചായ മനസ നമ്മൾ ഇടയ്ക്ക് കഴിച്ചിരിക്കണം. ഇത് ഷുഗർ ചീരാന്ന് ഇതിൻ്റെ പേരുണ്ട്. ഷുഗർ ഉള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് കഴിക്കാൻ. പക്ഷെ കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് തിളപ്പിച്ചൂറ്റിയിട്ട് പിന്നെയാണ് ഇത് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കേണ്ടത്. കുറച്ച് നേരം തിളപ്പിച്ച് ആ വെള്ളം ഒന്ന് കളയണം, കട്ട് കളയണം. നമ്മൾ കപ്പയൊക്കെ പുഴുങ്ങുമ്പോൾ കട്ട് കളയുന്നില്ലേ, അതുപോലെ. എന്താ സൂപ്പർ എന്നറിയാം. കത്തിയൊന്നും വേണ്ട പൊട്ടിക്കാൻ. ഇത് നടാൻ അതിനേക്കാളും എളുപ്പമാണ്. ഇങ്ങനെ കൊണ്ടുപോയാൽ എറിഞ്ഞു കൊടുത്താൽ മതി, അടിപൊളിയായിട്ട്. എനിക്ക് നടാൻ അറിയില്ല എന്നൊക്കെ പറയുന്നവർക്ക് ഒരു ചായ മനസ്സം നട്ട് തുടക്കം കുറച്ചോളി, ഇതാ ഉഷാറായിട്ടുണ്ടാവും. ഇത് പൊട്ടിച്ചു കൊടുത്താലേ ഇതിന് ശാഖ ഉണ്ടാവുള്ളൂ. അങ്ങനെയുണ്ട്. ഇത് പൊട്ടിക്കാടെന്നിട്ട് കാര്യമല്ല. ഇതാ ഇന്ന് ഇത്രയേ വിളവെടുക്കുന്നുള്ളൂ. ഇതാ ചായ മനസ്സ. ഈ ചീര എന്താണെന്നറിയോ, ഇതിൽ വേലിമലൊക്കെ ഉണ്ടാവും. ഇംഗ്ലീഷ് ചീര എന്നൊക്കെ ഇവിടെ പറയുക. ഇത് ചിലവർ പറയൂ ഇത് കഴിച്ചിട്ടുണ്ട് ക്യാൻസർ വരുന്നൊക്കെ കേട്ടോ. പക്ഷേ അങ്ങനെ ഒന്നുമില്ല. ഇത് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. അത് മാത്രം ഇതിന് ടേസ്റ്റോ, എനിക്കിത് ഭയങ്കര ടേസ്റ്റായിട്ട് ഞാൻ ഇങ്ങനെ നട്ടു കൊടുക്കുക. സൈഡിലൂടെ ഒക്കെ നട്ടുന്നത് വിളവെടുക്കുന്നില്ല, കാരണം എല്ലാം കൂടി ആവൂല. ഇത് അവിടെ ഒക്കെ ഞാൻ ഉള്ളോടത്ത് പലതരം ചീര ഉണ്ടാവും, അടിപൊളിയായിട്ട്. അടുത്തത് ഒക്കെ ചീരവർഗത്തിൽ പെട്ട തന്നെയാണ് മുരിങ്ങ കൂടുതൽ വിളവെടുക്കുന്നില്ല, പറിക്കുന്നില്ല. ഇത് പൊട്ടിച്ചു കൊടുത്താലേ ഇതുണ്ടാവും, എന്നാലേ ഇതുണ്ടാവും. വേറൊന്നും കൂടി ഉണ്ട്, ഇതിങ്ങോട്ട് കിട്ടുമോ നോക്കട്ടെ. കത്തി ഉണ്ട്, കത്തി കൊണ്ട് വെട്ടണ്ട വിചാരിച്ചിട്ട്. മുരിങ്ങ നമ്മൾ വെട്ടിക്കൊടുത്തില്ലെങ്കിൽ ആകാശം മുട്ടിക്കളിയും, നമുക്ക് പിന്നെ കിട്ടൂല. എന്തിനാ അതങ്ങനെ നിർത്തുന്നത്? നമുക്ക് വേണ്ടത് ഇലയല്ലേ, ഇലക്ക് വേണ്ടിയാണല്ലോ ഇത്. നിങ്ങളവിടെയൊക്കെ ഉണ്ടോ മുരിങ്ങ? ഉണ്ടോ? മുരിങ്ങൻ്റെ ഗുണം പറയണ്ടല്ലോ. വയറ് ക്ലീൻ ആവാൻ മുരിങ്ങ കഴിച്ചാൽ മതി. വിറ്റാമിൻ്റെ കലവറയാ. ഇനിയുണ്ട് ഒന്നുകൂടി വെട്ടീന്. മൂത്തതൊക്കെ ഞാൻ ചെടീൻ്റെ മരട്ടം ഇട്ട് കൊടുക്കും. ഇത് നമുക്ക് നല്ലതാണ്, വിറ്റാമിൻ അതുപോലെ ചെടികൾക്കും നല്ലതാണ്. ഞാൻ ഇതൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. മൂത്തതെല്ലാം ചെടീൻ്റെ മരട്ടാ. മൂപ്പ് കുറഞ്ഞത് കത്തി ഉണ്ട്, കത്തിയൊക്കെ ഏടോതാ എല്ലാം കൂടി ആവില്ല. മുരിങ്ങ, അടിപൊളി മുരിങ്ങ. അടുത്തത് നിത്യവഴുതിന കാണാത്തവർ തന്നെ നമ്മളെ കുടുംബത്തിലുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ നിത്യവഴുതിന കണ്ടിട്ടില്ല. ഇതിൻ്റെ വിത്താട്ടോ നമ്മൾ നടൽ. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് നട്ടിട്ട് ഞാൻ ആദ്യമായിട്ടാണ് വിളവെടുക്കുന്നത്. ഇവിടുത്തെ അപ്പുറത്തെ പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ എൻ്റെ കൺമുമ്പ് കൊണ്ടുപോയി നട്ടതായത്. നിത്യവഴുതന ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും വിചാരിച്ച നിത്യവഴുതന എന്നുള്ളത് കാണാത്തവരിട്ടോ. ഞാനും പണ്ടങ്ങനെ ആയിരുന്നു വിചാരിച്ചത്. വഴുതിന പോലെയാണ്, നീളത്തിലാണ്, ഇങ്ങനെയാണ്, കമ്മലിൻ്റെ മൊട്ട് പോലെ. എന്താ കണ്ടോ, നല്ലോണ്ടാവും. അമ്മോ ഇതിങ്ങോട്ട് ചൊരിയും. ഇതിന് വള്ളി വീശാനുള്ള സൗകര്യം ചെയ്തു കൊടുത്താൽ, നനച്ചും കൊടുത്താൽ പറയേണ്ടതിലുണ്ടാ. കണ്ടോ നോക്ക്, ഒരു ഉണ്ടയിൽ 3-4 ഒക്കെ ഉണ്ടാവും. നമുക്ക് ഒരു ഉപ്പേരിക്കുള്ളത് മതി. ഞാനിങ്ങനെ തപ്പി പറിക്കുക എല്ലാ സ്ഥലത്തും നട്ടിന്. ഇതിൻ്റെ വിത്ത് അങ്ങ് നട്ടു കൊടുത്താൽ മതി. കുറേ പേര് നമ്മളെ കുടുംബത്തിലുള്ള ആൾക്കാർ കുറേ പേര് ഇത് കണ്ട് നട്ടിട്ടുണ്ട്. എൻ്റെ കൃഷി കണ്ടിട്ട് എത്ര ആളാണ് കൃഷി എടുക്കുന്നതെന്നറിയോ. ഒരുപാട് സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. ഞാൻ അപ്പുറത്ത് പറിക്കട്ടെ. ഇതാ വിളവെടുത്ത് ഇങ്ങനെ മൂപ്പ് കുറഞ്ഞ് തെരഞ്ഞ് പിടിച്ചെടുക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ തയ്യുക, ഇതാളായി വരുന്നേ ഉള്ളൂ. അപ്പം പിന്നെ മൂത്ത് പോയാൽ പിന്നെ അതൊന്നിനും പറ്റൂല. നമുക്ക് വിത്താക്കാനേ പറ്റുള്ളൂ. നമ്മൾ പണ്ട് തന്നെ നടുന്നത് നമുക്ക് ഇങ്ങനെ ഓരോന്ന് ഉപ്പേരി വെക്കാനല്ലേ, വിഷരഹിത പച്ചക്കറിയല്ലേ.
ഇതിലെ വള്ളീൻ്റെ ഇത് ഇല എങ്ങനെയാട്ടോ ഒരു പൂ വിരിഞ്ഞതൊന്നും നിങ്ങളെ കാണിച്ചു തരാൻ ഈ സമയമാകുമ്പോഴത്തേന് വിരിഞ്ഞതൊക്കെ അങ്ങ് പോവും. ആ കൂട്ടത്തിൻ്റെ തക്കാളി ഇതാ ഉഷാറായി വരുന്നു. ഒരു പൂവ് നിങ്ങളെ കാണിച്ചു തരാൻ കാണുന്നില്ല, ഒക്കെ കൂടിപ്പോയി. എന്താ നിത്യവഴുതിന വിളവെടുത്തത് ഇത്രയും കിട്ടി. ഇത് മതി ഒരു ഉപ്പേരി. കണ്ടമാനം വിളവെടുത്താൽ ഇനി അപ്പുറത്തെ തറവാട്ട് സ്ഥലത്ത് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഇതെൻ്റെ കൺമുമ്പിൽ നട്ടു കൊടുത്തതാണ് ഞാൻ. എൻ്റെ കൺമുമ്പിൽ ആവശ്യം നിങ്ങൾ പറിച്ചെടുക്കാലോ. ഇതന്നെ ധാരാളം. വിളവെടുത്ത് ഞാൻ കുഴങ്ങി. ഇനി ലാസ്റ്റ് ഇതും കൂടിയേ ഉള്ളൂ. ഇതും കൂടി വിളവെടുത്ത് നിർത്തുക. ഇതാണ് ചീരച്ചേമ്പ്. നിങ്ങൾ വിചാരിക്കൂ ഇത് ചേമ്പാണ്, സാദാ ചേമ്പാണ്. സാദാ ചേമ്പിൻ്റെ ഇടയിലൂടെ ഞാൻ ഒന്ന് വളർത്തി നിങ്ങൾ കാണിച്ചു തരാം വ്യത്യാസം. നോക്ക്, ഇതാണ് സാദാ ചേമ്പും ഈ ചേമ്പും ഉള്ള വ്യത്യാസം. വേണേ സാദാ ചേമ്പിൻ്റെ ഇല അങ്ങ് വെട്ടാൻ എന്തിനപ്പം കാണിക്കാൻ. ഇതാണ് സാദാ ചേമ്പ്, ഇതാണ് ചീരച്ചേമ്പ്. വ്യത്യാസം കണ്ടോ? വളർത്തുന്നവർക്ക് പെട്ടെന്ന് തിരിയും. അപ്പോൾ ചീരച്ചേമ്പ് ഞാൻ അധികം വിളവെടുക്കുന്നില്ല. ഇത് ഭയങ്കര കറിയാണ്. നമ്മളെ ഇതിൽ ഭയങ്കര ടേസ്റ്റാണ് അതിൻ്റെ തോരന്. ഇതിൽ വിത്തുണ്ടാവില്ല. അപ്പോൾ ഒരു സംശയം ഉണ്ടാവും, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ചീരച്ചേമ്പ് നട്ടുപിടിപ്പിക്കുന്നത്? ഇതിൻ്റെ വേരുമെന്ന് മുളച്ചുണ്ടാവും. അതങ്ങ് പിരിച്ച് കുഴിച്ചിട്ടാൽ ഉഷാറായിട്ടുണ്ടാവും. നനങ്ങ് കിട്ടിയാലുണ്ടല്ലോ ഇവരെ പിടിച്ചാൽ കിട്ടൂല, അത്രക്ക് ഉഷാറിൽ. ഈ വേനൽക്കാലത്ത് എൻ്റെ ചീരച്ചേമ്പ് നോക്കൂ ഉഷാറായത്. എൻ്റെ നനൻ്റെ പവറാണ് എൻ്റെ കരിയില കമ്പോസ്റ്റിൻ്റെ. രണ്ടെണ്ണം കൂടി പറയും. രണ്ട് തണ്ട് മതി നമുക്ക് ഒരു തോരന്, അത്രേ വേണ്ടു, ഇലയും തണ്ടും. ഇത് കഴിച്ചാൽ എന്താ അറിയുക ഗുണം? ഇത് ഹൃദയാരോഗ്യം വർദ്ധിക്കും. അതിനൊക്കെ പുറമെ നമ്മുടെ ചെറുപ്പം നിലനിർത്താൻ ആഗ്രഹമുള്ളവരെന്താക്കുന്നറിയോ? ഈ ചീരച്ചേമ്പ് നട്ടുപിടിപ്പിച്ചു. പിന്നെ ഷുഗർ രോഗികൾക്ക്, പ്രഷർ രോഗികൾക്കൊക്കെ അത് കഴിക്കാം, നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇന്ന് വിളവെടുത്തതാണ്. ഇന്ന് ഞാൻ വിളവെടുക്കുന്നത് മുഴുവൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ കാണിച്ചല്ലോ. ഞാൻ അങ്ങനെ ഡിസ്പ്ലേ വെച്ചത് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എന്തൊക്കെ ഇന്ന് വിളവെടുത്തെന്നറിയോ? മുരിങ്ങച്ചപ്പ്, ചുവന്ന ചീര, നിത്യവഴുതന, പച്ചമുളക്, ചുവന്ന മുളകായിപ്പോയി, പച്ചച്ചീര, കുരുമുളക്, ഉരുളക്കിഴങ്ങ്, കാബേജ്, ചായമൻസിൻ്റെ ഇടയിലുണ്ട് അടി ചായമൻസ, ചീരച്ചീമ്പ്. അപ്പോൾ ഞാനിങ്ങനെ ഇതൊക്കെ ഞാൻ വിളവെടുത്തത് നിങ്ങളെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നട്ടോട്ടെ, നടാനുള്ള പ്രചോദനത്തിന് വേണ്ടിയിട്ടാട്ടോ. ഇതെല്ലാം ഞാൻ ഇന്ന് വിളവെടുത്ത് എന്തിനാണെന്നറിയോ? എല്ലാവരും എന്നോടൊരു ചോദിക്കാറുണ്ട്, ഹുദ പ്രസവിച്ചോ എന്നുള്ളത്. ഹുദ പ്രസവിച്ചു, അൽഹംദുലില്ലാ, ഞങ്ങൾക്കൊരു ആൺകുട്ടീനെ കിട്ടി. അപ്പോൾ അത് ഹുദക്ക് ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ വിളവെടുത്തത്. കാരണം അതൊക്കെ പാലുണ്ടാവുന്നതാണ് ഈ മുരിങ്ങിയൊക്കെ. അപ്പോൾ മൊത്തം വിഷരഹിത പച്ചക്കറിയാണല്ലോ, അത് കഴിക്കുന്നത് സൂപ്പറാണല്ലോ, അതിനു വേണ്ടി വിളവെടുത്തതാണ്. അപ്പോൾ എൻ്റെ വിളവെടുപ്പ് വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.